ഇന്ന് ഡിസംബർ 1 ആഗമനകാലം ആരംഭിച്ചു. ആഗമനകാലം നമുക്കറിയാം, ക്രിസ്മസിനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ്. ആ ഒരുക്കത്തിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ പ്രാർത്ഥന വർദ്ധിപ്പിക്കുക, പാപം വെടിയുക. പാപം ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന ശക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാസം നമ്മൾ ആത്മീയ ഭോജ്യത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വിഷയമാണ്, അതൊരു വചന സന്ദേശമാണ്. സംഖ്യ 32:23 വചനം. അവിടെ പറഞ്ഞിരിക്കുന്നത്, നിന്റെ പാപം നിന്നെ വേട്ടയാടുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. ശരിക്കും ഇതൊരു അപ്രിയ സത്യം എന്ന് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. നമ്മൾ ഇത് കേൾക്കാൻ പോലും താല്പര്യപ്പെടുന്ന ഒരു കാര്യമല്ല. പക്ഷെ ഇതൊരു വചന സന്ദേശമാണ്, നമ്മൾ ഇത് എടുത്തേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാസം നമുക്ക് 24 വരെ ഈ ക്രിസ്മസിനുള്ള ഒരുക്കമായിട്ട് നമ്മുടെ പാപം, രഹസ്യ പാപങ്ങൾ, നമുക്കറിയാവുന്ന പാപങ്ങൾ, അതെല്ലാം കണ്ടെത്തുവാനുള്ള ഒരു പരിശ്രമവും ഒപ്പം അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുവാനുള്ള ഒരു പരിശ്രമവും നമ്മൾ നടത്തുകയാണ്. അതുകൊണ്ട് ഇത് നഷ്ടപ്പെടാതെ അതിൻ്റെ ഓരോ സീരീസും നമ്മൾ കണ്ട് മുമ്പോട്ട് പോകുന്നെങ്കിൽ പടിപടിയായിട്ട് നമുക്ക് പാപം വെടിഞ്ഞ് പ്രാർത്ഥനയിൽ വളർന്ന് ആ ക്രിസ്മസ് ഏറ്റവും നന്നായിട്ട് ആഘോഷിക്കുവാനും അതിൻ്റെ ഒരാനന്ദത്തിലേക്കും സമാധാനത്തിലേക്കും വരുവാൻ നമ്മൾക്ക് സാധിക്കും. ഒരു സംഭവം ഞാൻ ഓർക്കുന്നു. നിന്റെ പാപം നിന്നെ വേട്ടയാടും എന്നുള്ളത് തെളിയിച്ച ഒരു സംഭവം. ഒരു യുവാവിന് ഒരു അഭീത ബന്ധം ഉണ്ടായിരുന്നു ഒരു യുവതിയുമായിട്ട്. അവര് ഒന്നിച്ചു വരുമായിരുന്നു. അങ്ങനെ ലൈംഗിക സുഖാസ്വാദനവും അവർ നടത്തുമായിരുന്നു. ഒരു ദിവസം അവൾ വിളിച്ചു പറയാണ്, ഞാൻ ഗർഭിണിയായെന്നാ തോന്നുന്നേ. ഇവനാകപ്പാടെ അസ്വസ്ഥനായി. അവൻ പറഞ്ഞു, അത് നമുക്ക് അങ്ങനെയാണെങ്കിൽ അബോർഷൻ നടത്താം. അവൾ പറഞ്ഞു, നോ നെവർ, അങ്ങനെ ഒരു കാര്യം ആലോചിക്കേ വേണ്ട. ഇവനാകപ്പാടെ അസ്വസ്ഥനായി, ഏതാണ്ട് ഭ്രാന്തനെ പോലെയായി. അവന് ഉറക്കമില്ല, ഭക്ഷണം കഴിക്കണമെന്നില്ല, ജോലിക്ക് പോകണമെന്നില്ല. ആകപ്പാടെ അവന്റെ ജീവിതത്തില് ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥതകൾ. കുറെ നാൾ അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവൾ പറയണത്, ഞാൻ ഗർഭിണിയൊന്നും ആയിട്ടില്ല. അവന് സമാധാനമായി. പക്ഷേ ആ ദിവസങ്ങൾ ശരിക്കും അവനെ വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരു അനുഭവമാണ് അവനുണ്ടായത്. ഇതന്നെയല്ലേ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. സംഖ്യ 32:23 വചനം, നിന്റെ പാപം നിന്നെ വേട്ടയാടുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. പറയുന്നുണ്ട്, ഈ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ നിന്നും പാപം ഒഴിവാക്കാൻ, ചെയ്തു പോയ പാപങ്ങൾക്ക് നമ്മൾ മാപ്പപേക്ഷിച്ച് പരിഹാരം ചെയ്ത് അതിൽ നിന്നും നമ്മൾ വിടുതൽ പ്രാപിക്കണം. മുമ്പോട്ട് പാപം ചെയ്യാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം. പുറപ്പാട് പുസ്തകം 34 6-7 വചനങ്ങൾ നമുക്ക് തരുന്ന വലിയ ഒരു സന്ദേശമാണ്. അവിടെ നമ്മൾ കാണുന്നത്, നമ്മുടെ ദൈവം കാരുണ്യവാനായ ദൈവമാണ്. ഈ ദിവസങ്ങളിലെല്ലാം നമ്മുടെ പാപത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ, തിരിച്ചറിയുമ്പോൾ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണം. നമ്മുടെ പാപം എത്ര വലുതാണെങ്കിലും ദൈവത്തിന്റെ കാരുണ്യം അതിനേക്കാൾ ഉയർന്നു നിൽക്കുന്നതാണ്. അതാണ് ഈ വചനഭാഗത്ത് നമ്മൾ കാണുന്നത്. ദൈവം പറഞ്ഞൊരു കാര്യം, ഞാൻ കാരുണ്യവാനായ ദൈവമാണ്, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുന്ന ഒരു ദൈവമാണ്, തലമുറകളോളം കരുണ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവമാണ്. അപ്പോൾ അത് നമുക്ക് ഒരുപാട് പ്രതീക്ഷ, ആശ്വാസം ഇതെല്ലാം നൽകേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അതിന് ഒരു രണ്ടാം ഭാഗമുണ്ട്. അത് നമുക്ക് മറക്കാൻ പറ്റില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ കുറ്റവാളികളുടെ നേരെ കണ്ണടയ്ക്കാത്തവനാണ് ഞാൻ. കുറ്റവാളികളുടെ നേരെ, പാപം ചെയ്താൽ, പാപം ചെയ്തിട്ട് അനുദപിക്കാതെ അത് തിരുത്താതിരുന്നാൽ ഉണ്ടാകാവുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ കാണുക. പ്രഭാഷകൻ 16:12 വചനമെടുത്താൽ അവിടെ നമ്മൾ കാണുന്നത് ഈ ഒരു കോമ്പിനേഷനാണ്. രണ്ട് കാര്യങ്ങളുടെ ഒരു ചേരുവ. ഒന്ന്, ദൈവം കാരുണ്യവാനായ ദൈവമാണ്. പക്ഷെ രണ്ടാമതൊരു കാര്യം കൂടിയുണ്ട്, ആ ദൈവം നീതിമാനായ ദൈവമാണ്. അതുകൊണ്ടാണ് പാപത്തിന് ശിക്ഷയുണ്ട്, എന്നാൽ അനുദപിക്കുന്ന പാപികൾക്ക് കരുണ പ്രാപിക്കാനായിട്ട് സാധിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം തെറ്റുകളും വീഴ്ചകളും വന്നിട്ടുണ്ടെങ്കിലും അനുദപിച്ച് ദൈവത്തിന്റെ പക്കലേക്ക് തിരിയുമ്പോൾ കർത്താവിന്റെ കരുണയ്ക്ക് നമ്മൾ അർഹരായി മാറുന്നു. ഇക്കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മെ വേട്ടയാടാവുന്ന 2 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ബോധ്യപ്പെടാനായിട്ട് പരിശ്രമിക്കുക. ഒന്നാമത്തേതാണ് സാത്താൻ. സാത്താൻ നമ്മെ വേട്ടയാടും എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് നോക്കി നടക്കുന്നവനാണ് സാത്താൻ. 1 പത്രോസ് 5 അതിൻ്റെ 8 വചനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് അതാണ്. ചില വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ, വിശുദ്ധ പാദ്രി പിയോ, അതുപോലെ തന്നെ ജോൺ മരിയ വിയാനി, ഇവരെയെല്ലാം വേട്ടയാടിക്കൊണ്ടിരുന്നവനാണ് സാത്താൻ. ഇനി അവരുടെ ശുശ്രൂഷ എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യാൻ, അത് നിർത്താൻ, അവരെ അസ്വസ്ഥപ്പെടുത്താൻ, അവർക്ക് ഉറക്കമില്ലായ്മ നൽകി, അതല്ലെങ്കിൽ അവരുടെ മനസ്സ് തളർത്തി അവരെ വട്ടപൂജ്യമാക്കാൻ അവരെ വേട്ടയാടിക്കൊണ്ടിരുന്നവനാണ് സാത്താൻ. പക്ഷെ അവര് അതിനൊന്നും കീഴടങ്ങിയില്ല. അതിനെല്ലാം അതിജീവിച്ച് മുമ്പോട്ട് പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മയും സാത്താൻ വേട്ടയാടും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. ഇനി അവിടെ കീഴടങ്ങാതെ
അവൻ്റെ മേൽ വിജയം വരിക്കാൻ നമുക്ക് വേണ്ടത് കർത്താവിനോട് ചേർന്ന് നിൽക്കുക, സ്ഥിരമായിട്ട് സാത്താനെ ചെറുത്ത് തോൽപ്പിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ, ദൈവത്തോട് ചേർന്ന് നിന്ന് സാത്താനെ ചെറുത്ത് തോൽപ്പിച്ചാൽ ഒരിക്കലും സാത്താന് നമ്മെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല. അവന് നമ്മെ ശല്യപ്പെടുത്താൻ പറ്റിയേക്കും, പക്ഷെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല. രണ്ടാമത്തെ ഒരു കാര്യമാണ് പാപം. നമ്മെ വേട്ടയാടുന്ന രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ തന്നെ പാപം. മറ്റുള്ളവര് എത്രമാത്രം തെറ്റുകൾ, പാപങ്ങൾ നമുക്കെതിരെ ചെയ്താലും അവ നമ്മെ വേട്ടയാടണമെന്നില്ല. എൻ്റെ പാപം എന്നെ വേട്ടയാടും. അതാണ് ദൈവത്തിന്റെ വചനം തരുന്ന ആ വലിയ സന്ദേശം. സങ്കീർത്തനം 59 12-ാമത്തെ വചനം കൂടി എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, പാപം മൂലം നീ കെണിയിൽ കുടുങ്ങും. പരുവുണ്ട്, അങ്ങനെ ഒരു കെണിയിൽ കുടുങ്ങാതിരിക്കണമെങ്കിൽ പാപം ഉപേക്ഷിച്ച്, പാപം പരിത്യജിച്ച്, പാപം ചെയ്യാതെ കണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. സങ്കീർത്തനം 32 3-ാമത്തെ വചനം എടുത്താൽ, നിന്റെ പാപം മൂലം നീ ക്ഷയിക്കും എന്ന് പറഞ്ഞിരിക്കുന്നതും അവിടെ നമുക്ക് കാണാൻ സാധിക്കും. സുഭാഷിതങ്ങൾ 5-ാം അധ്യായം 11-12 വചനങ്ങൾ എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ശിക്ഷണത്തെ വെറുത്തും ശാസനത്തെ പുച്ഛിച്ചും പാപത്തിൽ തുടർന്നാൽ നീ ക്ഷയിച്ച് ഞരങ്ങും. നമ്മളാരും ആഗ്രഹിക്കുന്ന ഒരവസ്ഥയല്ല ആ ഒരവസ്ഥ, അങ്ങനെ കിടന്ന് ഞരങ്ങുന്ന അവസ്ഥ. അത് വരാതിരിക്കാൻ ശിക്ഷണത്തെ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കണം. ശാസന നമുക്ക് ലഭിക്കുമ്പോൾ അതിനെ പുച്ഛിച്ച് തള്ളരുത് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പാപം വേട്ടയാടിയ 1-2 ബൈബിൾ കഥാപാത്രങ്ങൾ. ഒന്നാമത്തേത് അന്ത്യോക്കസ് രാജാവ്. അവിടെ നമ്മൾ കാണുന്നുണ്ട് 2 മക്കബായർ 9-ാം അധ്യായം എടുക്കുമ്പോൾ ശരിക്കും അവൻ്റെ പാപം അവനെ വേട്ടയാടി അവസാനം അവൻ ജീവിച്ചിരിക്കെ പുഴുവരിക്കുന്ന ഒരവസ്ഥ. രണ്ടാമതൊരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കും, പീലാത്തോസിന്റെ യേശുവിനെ കുരിശിൽ തറയ്ക്കാൻ അതിന് ഓർഡർ ഇട്ടതിന് ശേഷം പീലാത്തോസിന്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യം യൗസേബിയൂസ് ചരിത്രകാരൻ പറയുന്നുണ്ട്. എംപറർ കാലിഗുള പീലാത്തോസിനെ സ്ഥാനഭ്രഷ്ടനാക്കി, അവന്റെ സ്ഥാനമെടുത്ത് കളഞ്ഞു. ഒരേ ഐതിഹ്യം പറയുന്നത് എന്നിട്ട് അവന്റെ തലവെട്ടി. മറ്റൊരു ഐതിഹ്യം പറയുന്നത് അവനെ റോമിലേക്ക് അയച്ചു. അവൻ ആ നിരാശയിൽ പോയി ആത്മഹത്യ ചെയ്തു. ഈ രണ്ടുപേരും ശരിക്കും അവരെ പാപം വേട്ടയാടിയിരുന്നു. അതുമൂലം അവരുടെ അന്ത്യം ശോചനീയമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് പ്രതിഷ്ഠാ ജപത്തിനായിട്ട് ഒരുങ്ങാം. നമ്മൾ പാപബോധം നഷ്ടമായ വ്യക്തികളുണ്ട്, അവരുടെ മാനസാന്തരമാണ് ഒരു കോമൺ നിയോഗമായിട്ട് വെച്ച് പ്രാർത്ഥിക്കുന്നത്. നിന്റെ പാപം നിന്നെ വേട്ടയാടുമെന്ന് അരുൾ ചെയ്ത ദൈവമേ, പാപികളായ ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും ഞങ്ങളുടെ പാപം മൂലം ഞങ്ങളുടെ മേൽ നിപതിച്ച ദുരിതങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും ഞങ്ങൾ നേരിടുന്ന എല്ലാ തടസ്സങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. മേലിൽ പാപം ചെയ്യാതിരിക്കാൻ തീരുമാനമെടുത്ത് ഞങ്ങളെ പാപത്തിൽ വീഴാതെ കാത്തു സംരക്ഷിക്കണമേ. അങ്ങ് ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളും പരസ്പരം ക്ഷമിക്കാൻ അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. പാപരഹിത ജീവിതം നയിച്ച് ഞങ്ങളുടെ ഇഹലോക ജീവിതം അനുഗ്രഹപ്രദമാക്കാനും പരലോക ജീവിതത്തിന് അർഹത നേടാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നിങ്ങളുടെ പ്രത്യേകമായ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം പരിഗണിക്കണമേ, അതെല്ലാം അവിടുന്ന് നടത്തി തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.